ലോകത്തിന്റെ പല ഭാഗങ്ങളിലും 2025 പിറന്നു കഴിഞ്ഞു. പലയിടത്തും ലോകത്തിന്റെ പലയിടത്തും പുതുവർഷത്തെ വരവേറ്റുകൊണ്ടുള്ള ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡിലാണ് ആദ്യമായി പുതുവർഷം എത്തിയത്. ഇനി കാത്തിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിലെ പുതുവർഷത്തിലേക്കാണ്. ഭാരതത്തിൽ ഏതാനും മണിക്കൂറുകൾക്കകം പുതുവർഷം പിറന്നു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് യൂറോപ്പിലേക്കും അത് കഴിഞ്ഞ് ഗൾഫ് കൺട്രികളിലും അതിനുശേഷമാണ് അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പുതുവർഷം എത്തുക. എന്തായാലും പുതുവർഷത്തിന്റെ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ് ലോകം. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പുതുവർഷത്തെ വരവേൽക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. ഓസ്ട്രേലിയയിലെ പല ഭാഗത്തും പുതുവത്സര ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്നുള്ള പുതുവത്സര ആഘോഷ കാഴ്ചകൾ കാണാം. ആ കാഴ്ചകളിലേക്ക്. കിരിബാത്തിയിലെ ക്രിസ്മസ് ദ്വീപിലും ന്യൂസിലാൻഡിലും പുതുവർഷം ആദ്യം പിറന്നു. ഓക്ലൻഡിലെ സ്കൈ ടവറിൽ നടന്ന അതിവിപുലമായ ആഘോഷ പരിപാടികളോടെയാണ് ന്യൂസിലൻഡ് 2025 വരവേറ്റത്. വെടിക്കെട്ടും ലൈറ്റ് ഷോയും ഒക്കെ തീർക്കുന്ന ആകാശ വിസ്മയം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് റോഡുകളിലും സ്കൈ ടവറിന് സമീപത്തുമായി ഒക്കെ അണിനിരന്നത്. എന്തൊക്കെ വന്നാലും കഴിഞ്ഞ വർഷത്തെ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മറന്ന് വളരെ പ്രതീക്ഷയോടെ ശുഭപ്രതീക്ഷയോടെ എല്ലാവരും ഒരേ മനസ്സോടെ സ്വീകരിക്കുന്ന കാത്തു നിൽക്കുന്ന ഒരു വേള തന്നെയാണ് ഓരോ പുതുവർഷവും. വെടിക്കെട്ടിന് പിന്നാലെ അതിമനോഹരമായ ലൈവ് ഷോയും ഈ പുതുവർഷം പിറന്ന രാജ്യങ്ങളിലൊക്കെ നടന്നു. ആഘോഷങ്ങൾ ഓക്ലൻഡിന് പുറത്തേക്കും നീണ്ടു. വെല്ലിംഗ്ടണിൽ തത്സമയ സംഗീത വിരുന്ന്, തെരുവ് പ്രകടനങ്ങൾ, ഗംഭീരമായ ലൈറ്റ് ഷോ എന്നിവ ഉണ്ടായിരുന്നു. ക്രൈസ്റ്റ് ചർച്ചിലും ക്വീൻസ് ടൗണിലും ആധുനിക ആഘോഷങ്ങളുമായി സമന്വയിച്ച് പരമ്പരാഗത മാവോറി സാംസ്കാരിക പരിപാടികൾ നടന്നു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ആഘോഷ പരിപാടികൾ 6:30 മണിയോടെ, അതായത് ഇന്ത്യൻ സമയം 6:30 മണിയോടെയാണ് തുടക്കം കുറിച്ചത്. നേരത്തെ തന്നെ അവിടെ പല ഭാഗങ്ങളിലും ആഘോഷം
തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ന്യൂയോർക്ക് സിറ്റി തുടങ്ങി ലോകത്തിലെ പ്രമുഖ നഗരങ്ങളും ന്യൂ ഇയർ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ്. മോശം കാലാവസ്ഥ കാരണം UK എഡിൻബർഗിലും ബ്ലാക്ക് പൂളിലും നടത്താനിരുന്ന ചില പുതുവത്സര പരിപാടികൾ റദ്ദാക്കിയെന്ന വിവരങ്ങളുണ്ട്. നമുക്ക് അറിയാം, ലോകമെമ്പാടും 39 സമയ മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ 2025 എന്ന പുതുവർഷത്തെ സ്വാഗതം ചെയ്യാൻ 26 മണിക്കൂറാണ് എടുക്കുക. US-ലെ ബേക്കർ ഹൗലൻഡ് ദ്വീപുകളിൽ ജനുവരി 2-നാണ് പുതുവർഷം എത്തുക. എന്തായാലും പുതുവർഷത്തിന്റെ വർണ്ണമനോഹരമായ ഈ കാഴ്ചകൾ മനം നിറയ്ക്കുമ്പോൾ എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു പുതുവർഷം തന്നെ അഡ്വാൻസ് ആയിട്ട് ആശംസിക്കുകയാണ്. കർമ്മ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ.